ബംഗാൾ ഗവർണർ ശ്രീ സി.വി. ആനന്ദ ബോസ് എല്ലാവർക്കും ഒരുപോലെ പ്രിയപ്പെട്ടവനാണ്. പ്രത്യേകിച്ച് മലയാളികളായ എല്ലാവരും, കേരളത്തിന് പുറത്തിരിക്കുന്നവരായാലും രാജ്യത്തിന് പുറത്തിരിക്കുന്നവരായാലും നമ്മുടെ ഗവർണറെ, പശ്ചിമ ബംഗാൾ ഗവർണറെ ശ്രീ സി.വി. ആനന്ദ ബോസിന് വളരെയധികം ബഹുമാനത്തോടെ സ്നേഹത്തോടെയൊക്കെയാണ് അദ്ദേഹത്തെക്കുറിച്ച് പല കാര്യങ്ങളും പറയുകയും ഒക്കെ ചെയ്യുന്നത്. ഇടക്കാലത്ത് അദ്ദേഹത്തിനൊരു ചെറിയ ആരോഗ്യ പ്രശ്നമുണ്ടായിരുന്നു. ഇപ്പോൾ ആ ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം മാറി അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനോടെ ഇപ്പോൾ വീണ്ടും കർമ്മനിരതനായി എന്ന വാർത്തയാണ് പശ്ചിമ ബംഗാൾ രാജ്ഭവനിൽ നിന്ന് ഞങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും തുടർന്നുണ്ടാകാതിരിക്കട്ടെ, വളരെ സന്തോഷത്തോടുകൂടി ആയുരാരോഗ്യ സൗഖ്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുകയാണ്. 10 മടങ്ങ് ശക്തിയോടെ, ഇതിനു മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ 10 മടങ്ങ് ശക്തിയോടെ വീണ്ടും പശ്ചിമ ബംഗാളിലെ ഭരണകാര്യങ്ങളിൽ അദ്ദേഹത്തിന് നല്ല രീതിയിൽ ഇടപെടാൻ സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. കാരണം നമുക്കറിയാം, കർമാന്യൂസിൻ്റെ പ്രേക്ഷകർക്കറിയാം, കർമാന്യൂസിൻ്റെ ഒരു അഭ്യുദയകാംക്ഷി തന്നെയാണ് പശ്ചിമ ബംഗാൾ ഗവർണർ ശ്രീ സി.വി. ആനന്ദ ബോസ്. അദ്ദേഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അഭിമുഖങ്ങൾ, ഞാൻ സംസാരിച്ച ഒരുപാട് അഭിമുഖങ്ങൾ കർമാന്യൂസ് പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ പലപ്പോഴും ഞങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ ഞങ്ങൾ പങ്കുവയ്ക്കുന്ന ആ ഒരു സന്തോഷത്തിനേക്കാൾ കൂടുതൽ സന്തോഷത്തോടെയാണ് പലരും അതിൻ്റെ താഴെ വന്ന് അദ്ദേഹത്തോടുള്ള അവരുടെ ആദരവ് പ്രകടിപ്പിക്കുന്നതും അവരുടെ ആ ഒരു സന്തോഷവും സ്നേഹവും ഒക്കെ പ്രകടിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അദ്ദേഹം എത്രമാത്രം പ്രിയങ്കരനാണോ അതിനേക്കാൾ ഒരുപാട് അദ്ദേഹം കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും, ലോകത്തുള്ള എല്ലാ മലയാളികൾക്കും പ്രിയങ്കരനാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ചെറിയൊരു കാലയളവിൽ ഒരു ചികിത്സ സംബന്ധമായ ചില കാര്യങ്ങളുണ്ടായിരുന്നു. അതിനുശേഷം, വിശ്രമത്തിന് ശേഷം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്ത ബംഗാൾ ഗവർണർ ഡോക്ടർ സി.വി. ആനന്ദ ബോസ് നവോന്മേഷത്തോടെ ചുമതലകളിൽ സജീവമായി എന്ന വിവരങ്ങളാണ് ബംഗാൾ രാജ്ഭവൻ ഞങ്ങളുമായി പങ്കുവച്ചിരിക്കുന്നത്. വ്യാഴാഴ്ച രാവിലെ ഓഫീസിലെത്തിയ ഗവർണർ പ്രധാന ഫയലുകൾ പരിശോധിച്ച് ഒപ്പിടുകയും പ്രധാന ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും തുടർ നടപടികൾ നിർദ്ദേശിക്കുകയും ചെയ്തു. ശാരീരിക ക്ഷമത വീണ്ടെടുത്ത് ഡോക്ടർമാരുടെ അനുമതിയോടെ ഓഫീസിലെത്തിയ ഗവർണർ രാജ്ഭവന്റെ ജനകേന്ദ്രീകൃത പരിപാടികൾ ഊർജിതപ്പെടുത്തുന്നതിനും സാംസ്കാരിക വിനിമയ പ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കുന്നതിനും ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ഒരു പുതിയ അധ്യായം എന്ന ശീർഷകത്തിൽ രാജ്ഭവൻ എക്സ് ഹാൻഡിലിൽ പ്രസിദ്ധീകരിച്ച കുറിപ്പിലെ വിവരങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. രാജ്ഭവൻ ആക്രമണത്തിനും അഴിമതിക്കും എതിരെ ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനും സാമൂഹിക ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി ഗവർണർ കൂടുതൽ സമയം ചിലവഴിക്കും എന്ന് രാജ്ഭവൻ അറിയിക്കുന്നു. ജനങ്ങളുമായി ഇടപഴകുന്നതിന് നിലവിലുള്ള ആംനെ സാമനെ അമാർഗ്രാം പരിപാടികൾക്കൊപ്പം ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ജനസമ്പർക്ക പ്രവർത്തനം ശക്തിപ്പെടുത്തും. ഗവർണർ സന്ദർശനം നടത്തിയ ജില്ലകളിലെ ഗ്രാമീണർക്ക് പ്രശ്ന പരിഹാരത്തിനായി രാജ്ഭവനുമായി നേരിട്ട് ബന്ധപ്പെടുന്നതിന് മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് ജില്ലകളുടെ ചുമതല വിഭജിച്ച് നൽകിയിട്ടുണ്ട്. രാജ്ഭവനിൽ ഇന്ററാക്റ്റീവ് ജൻ ഭാഗീദാരി പോർട്ടൽ സ്ഥാപിക്കും. ഡാർജിലിംഗ് ഹിൽ ഫെസ്റ്റിവൽ നടത്താനും കൽക്കട്ട സർവകലാശാലയുടെ സംസ്കൃത വകുപ്പുമായി സഹകരിച്ച് രാജ്ഭവനിൽ സംസ്കൃത കൊളോക്യം സംഘടിപ്പിക്കാനും രാജ്ഭവൻ മുൻകൈയെടുക്കും. എന്റെ ആരോഗ്യം മെച്ചപ്പെടുന്നതിന് നൂറുകണക്കിന് സഹോദരന്മാർ ആശംസകൾ നേരുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതെന്റെ ഹൃദയത്തെ അഗാധമായി സ്പർശിച്ചു. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല എന്നാണ് ആനന്ദബോസിന്റെ വാക്കുകൾ. രാജ്ഭവൻ എല്ലാ വിഭാഗം ആളുകൾക്കും പ്രാപ്യമായിരിക്കുമെന്നും പൊതുനന്മയ്ക്ക് അതിന്റെ നിഷ്പക്ഷ നിലപാട് നിലനിർത്തുമെന്നും ഗവർണർ ആവർത്തിച്ചു. ഒരു നല്ല ഉദ്യോഗസ്ഥൻ എന്നതിലുപരി അദ്ദേഹം ഒരു നല്ല മനുഷ്യനാണ് എന്നതാണ് അദ്ദേഹത്തെ ഇത്രയധികം പ്രിയപ്പെട്ടവനാക്കി മാറ്റുന്നത്. എന്തായാലും കർമാന്യൂസ് പ്രേക്ഷകരുടെ ഭാഗത്തു നിന്ന്, കർമാന്യൂസിന്റെ എൻ്റയർ ടീമിന്റെ ഭാഗത്തു നിന്ന് അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യങ്ങൾ ഞങ്ങളും നേരുകയാണ്. ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്.